യാത്രക്കിടെ ദേഹാസ്വാസ്ഥ്യമുണ്ടായ KSRTC ഡ്രൈവർക്ക് രക്ഷകനായി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. കരുനാഗപ്പള്ളി RTO ഓഫീസിലെ എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രമേശാണ് ഡ്രൈവർക്കും യാത്രക്കാർക്കും രക്ഷകനായത്. ആ കഥ രമേശ് തന്നെ പറയും. രമേശ്, ഞാനിങ്ങനെ KSRTC വിളിച്ചിട്ട് വരികയാണ്. എന്താണ് സംഭവിച്ചത്? KSRTC വിളിച്ചു കിട്ടുന്നു. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് കല്ലമ്പലത്ത് നിന്ന് കയറി ഒരു സൂപ്പർ ഫാസ്റ്റിൽ, തൃശ്ശൂർ സൂപ്പർ ഫാസ്റ്റിൽ കയറി ചവറ എത്തിയപ്പോഴത്തേക്ക് ചവറ കുറച്ച് കഴിഞ്ഞ് ശങ്കരമംഗലം എത്തിയപ്പോഴത്തേക്ക് ഡ്രൈവർക്ക് വണ്ടി ഒരു ആളൊഴിച്ച സ്ഥലത്തോട്ട് ഒതുക്കി നിർത്തുകയായിരുന്നു. അപ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും തകരാറായിരിക്കും, ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം കണ്ടക്ടർ ബാക്കിൽ നിന്ന് ഓടി വന്ന് ഡ്രൈവറുടെ ചോദിക്കുന്നത് എന്ത് പറ്റി. അപ്പം കണ്ടക്ടർ പറയുന്നു പിന്നെ ഡിപ്പോ വരെ പോട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ദൂരം വണ്ടി മുമ്പോട്ട് പോയതിന് ശേഷം വീണ്ടും വണ്ടി ഒതുക്കി നിർത്തുന്നു. അപ്പോഴും കണ്ടക്ടർ വന്ന് ചോദിച്ചിട്ട് ഡിപ്പോ വരെ പോട്ടെ എന്ന് പറയും. 3ാമത്തെ പ്രാവശ്യം ഇതുപോലെ ഒതുക്കി നിർത്തിയപ്പോഴത്തേക്ക് ഫ്രണ്ടിലിരുന്ന കുറച്ച് ആളുകൾ വന്നിട്ട് പിന്നെ ഈ ഡ്രൈവറെ പിടിച്ച് സീറ്റിലോട്ടിരുത്തുകയാണ്. അപ്പോൾ ഞാൻ ഓടി അടുത്ത് ചെന്നു. നോക്കിയപ്പോഴത്തേക്ക് ഡ്രൈവർക്ക് പ്രശ്നമാണെന്ന് മനസ്സിലായി. ഓടിച്ചെന്ന് അടുത്ത് ചെന്നു. അദ്ദേഹം ഡ്രൈവർ ആകെ ടയേർഡാണ്. അദ്ദേഹത്തിൻ്റെ മുട്ടിന് താഴോട്ട് അങ്ങ് തളരുകയാണ്. പാലിൻ്റെ പാദം തറയിൽ ഊന്നാൻ പറ്റുന്നില്ല. അപ്പോൾ സോഡിയത്തിൻ്റെ കുറവായിരിക്കും. ആൾക്കാർ ഓടിപ്പോയി പിന്നെ അടുത്ത കടയിൽ നിന്നൊരു പിന്നെ നാരങ്ങ വെള്ളം മേടിച്ചു കൊണ്ടു കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തെ കുറച്ച് നേരം നടത്തി. ഇപ്പോഴും അദ്ദേഹം ആകെ അങ്ങ് ബുദ്ധിമുട്ടില്ല. അപ്പോൾ ആൾക്കാരെല്ലാം പാസഞ്ചേഴ്സ് എല്ലാം ഇങ്ങ് അടുത്ത് വന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ആ ഡ്യൂട്ടിക്കിടയിൽ എത്രയും പെട്ടെന്ന് വാഹനം മുമ്പോട്ട് അടുത്ത് ഈ പിന്നെ ഡിപ്പോയിൽ എത്തിക്കാനുള്ള ആത്മാർത്ഥമുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഓടിക്കാനും പറ്റാത്തൊരവസ്ഥ, കാല് തറ ഊന്നാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ സൂപ്പർ ഫാസ്റ്റാണ്. അദ്ദേഹത്തിന് ആ ഒരു ഹെസിറ്റേഷനാണ്, ഡ്യൂട്ടിയോട് കമ്മിറ്റ്മെൻ്റ് ഒരു മനുഷ്യനാണ്. അത് കണ്ടപ്പോഴേ മനസ്സിലായി. അദ്ദേഹത്തിന് വണ്ടി പക്ഷേ ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അദ്ദേഹം ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നോക്കി മേലോട്ട് നോക്കി ഞാൻ ആ സീറ്റിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പം ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചേ പറ്റും. അദ്ദേഹം വിയർക്കാനും തുടങ്ങി. ഹോസ്പിറ്റലിൽ എത്തിച്ചേ പറ്റും എന്നുള്ള രൂപത്തിലായി. അപ്പോൾ എന്തോന്നറിയാനും പോയി. അപ്പോൾ അവിടെ അടുത്ത കട പിന്നെ ഹോസ്പിറ്റലും ഇല്ല. അപ്പോൾ ഞാൻ പിന്നെ ഇദ്ദേഹത്തിനോട് തന്നെ പറഞ്ഞു, ഞാൻ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്, ഞാൻ തന്നെ വണ്ടി എടുക്കാം. അപ്പോൾ ഇദ്ദേഹത്തിൽ വളരെ അത്ഭുതത്തോട് സ്നേഹത്തോടുകൂടി സാർ എടുക്കുമോ എന്നിട്ട് എന്നോട് വെച്ചു. ഞാൻ എടുക്കാം. അത് അപ്പോൾ തന്നെ ഞാൻ വാഹനത്തിന് നിയന്ത്രണമായിട്ട് എടുത്തു. ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി വാഹനം സേഫായിട്ട് ഇവിടെ കരുനാഗപ്പള്ളി ഡിപ്പോയിൽ എത്തിച്ചു. അതെ കരുനാഗപ്പള്ളി ഡിപ്പോയിൽ എത്തിച്ചു. എന്നിട്ട് ഡ്രൈവറോട് അടുത്ത വണ്ടിയിൽ പാസഞ്ചേഴ്സിന് അടുത്ത ബസ്സിൽ കയറ്റി വിടാനായിട്ട് നിർദ്ദേശം കൊടുത്തു. ഇദ്ദേഹത്തെ പെട്ടെന്ന് ഇവിടെ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഒന്ന് അറേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പിന്നെ ഡ്യൂട്ടിയിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്. പക്ഷേ പിന്നെ KSRTC നല്ലൊരു അഭിനന്ദനമാണ് അറിയിച്ചത്. യാത്രക്കാർക്കും ആ ഡ്രൈവർക്കും KSRTC അതൊരു നല്ല സഹായകരമായി വലിയ കാര്യമാണ്. ജീവൻ രക്ഷിക്കുന്നത് കൂടാതെ തന്നെ അത്ര യാത്രക്കാരുടെ യാത്ര മുടക്കാതിരിക്കുകയും ചെയ്യുന്നു. അതെ, ഒരു ഭാഗ്യം ചെയ്യാൻ പറ്റിയതിലും വലിയ സന്തോഷം. യൂണിഫോം ഇട്ട് പ്രവർത്തി ചെയ്യാൻ പറ്റിയതിലും വളരെ സന്തോഷം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അഭിമാനമായിട്ട് രമേശ് മാറിയിട്ടുണ്ട്. വാഹനം പിന്നെ ധാരാളം വാഹനങ്ങൾ ഓടിച്ച് പരിശോധിച്ചിട്ടുണ്ടെങ്കിലും ഇതേപോലെ ഒരു നിർണായക ഘട്ടത്തിൽ പിന്നെ വാഹനത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കേണ്ടി വന്നത് ആദ്യമായിട്ടാണ്. യാത്രക്കാരെ കൊണ്ട് വെച്ചു. ആ സമയത്ത് ആക്ട് ചെയ്യണമെന്ന് മനസ്സ് തോന്നി. വാഹനം അവിടെ കളഞ്ഞിട്ട് വരാൻ പറ്റത്തില്ല, ഡ്രൈവറെ അവിടെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളാണ് ആക്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് ആ ഒരു ബോധ്യം എന്നിലുണ്ടായി. ഞാൻ എപ്പോഴും തന്നെ അങ്ങനെ ആക്ട് ചെയ്തു. അത് വളരെ നന്നായി ഉണ്ടായി. അതൊരു ഭാഗ്യമുണ്ടായി. ഈശ്വരാധീനമായിട്ട് കരുതുന്നു. മാത്രമല്ല അദ്ദേഹത്തിനെ സേഫാക്കാൻ പറ്റിയത്, ഡ്രൈവറെ സേഫാക്കാൻ പറ്റി, വലിയൊരു കാര്യമുണ്ട്. അതെ, ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ 3 ദിവസത്തെ റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. ഒരു വലിയ കാര്യമാണ്. അതെ, കാരണം മറ്റാരെങ്കിലും ആണെങ്കിൽ അവരുടെ ഒരു പവറൊക്കെ നോക്കിയിട്ട് അങ്ങ് മാറിയിരിക്കത്തേ ഉള്ളൂ. അതെ, പക്ഷേ ഇത് സാറ് പെട്ടെന്ന് തന്നെ ആക്ഷൻ ചെയ്യും. യാത്ര ചില ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോകേണ്ട ആൾക്കാരായിരിക്കും. എല്ലാവരും ചെയ്തിട്ട് വളരെ താങ്ക്സ്. ഓക്കെ സാർ. കണ്ണൻ നായർ തത്സമയം ചേരുകയാണ്. കണ്ണൻ നായർ, ഗുഡ് മോർണിംഗ്. ഞാൻ ഈ റിപ്പോർട്ട് സശ്രദ്ധം കേൾക്കുമ്പോൾ രമേശ് സാർ പറയുന്ന കഥകൾ അങ്ങനെ കേട്ട് നിൽക്കുമ്പോൾ ആലോചിക്കുകയായിരുന്നു, ആർക്ക് എപ്പോഴാണ് ഒരാൾ സഹായമായി വരുന്നതെന്ന് നമുക്ക് പറയാനേ പറ്റില്ല. പലപ്പോഴും നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും നമുക്ക് സഹായവുമായി വരിക. ഈ സന്ദർഭത്തിലും അതങ്ങനെ തന്നെയായി. അതിനുള്ള നിയോഗം അദ്ദേഹത്തിനായിരുന്നു. മോദി എത്ര സന്മനസ്സുള്ളൊരു മനുഷ്യനാണ് ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള രമേശ് എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം ചെയ്തൊരു വലിയ പ്രവൃത്തിയാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ അദ്ദേഹം ചെയ്ത ആ പ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ തന്നെ കണ്ടില്ലേ, വളരെ ഒരു ലളിതമായ കാര്യം, ഞാനൊന്നും വലിയ കാര്യമൊന്നും ചെയ്തില്ല എന്നുള്ള രീതിയിലുള്ളൊരു സംസാരമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതും. കല്ലമ്പലത്താണ് രമേശ് എന്ന് പറയുന്ന കരുനാഗപ്പള്ളിയിൽ ജോലി ചെയ്യുന്ന അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള വ്യക്തിയുടെ വീട്. അദ്ദേഹം കല്ലമ്പലത്ത് നിന്ന് KSRTC സൂപ്പർ ഫാസ്റ്റിൽ കരുനാഗപ്പള്ളിയിലേക്ക് വരികയായിരുന്നു. ആ സമയത്താണ് തുടക്കത്തിൽ ഒരു ഡ്രൈവർക്ക്, KSRTC സൂപ്പർ ഫാസ്റ്റിൻ്റെ ഡ്രൈവർക്ക് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ട് എന്ന് സംശയം തോന്നിയത്. ചവറ ശങ്കരമംഗലം ആയപ്പോഴേക്കും ആ KSRTC ബസ് ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തി. പെട്ടെന്ന് ഇവരെല്ലാം വിചാരിച്ച് ബസ്സിന് എന്തെങ്കിലും കേടുപാടുണ്ടായി കാണും എന്ന് വിചാരിച്ചു. കണ്ടക്ടർ അടക്കമുള്ള ആൾക്കാർ മുമ്പിലേക്ക് ചെന്നു. ആ സമയത്തൊക്കെ തന്നെ
ഈ KSRTC ബസ്സിൻ്റെ ഡ്രൈവറായിട്ടുള്ള അരുൺകുമാർ കാലെടുത്ത് കുടയുകയും ഒപ്പം തന്നെ കാല് നിലത്ത് കുത്താൻ സാധിക്കാത്തൊരവസ്ഥയാണ്. തൃശ്ശൂരിലേക്ക് പോകുന്നൊരു സൂപ്പർഫാസ്റ്റ് ആയിരുന്നു. ഒരു പകുതി ദൂരം പോലും പിന്നിട്ടിട്ടുള്ള ഒരു സമയമായിട്ടില്ല, ഒരു 2:30 ആയിട്ടുള്ളൂ. ആ സമയത്താണ് ഇങ്ങനെ അസ്വസ്ഥയുണ്ടായത്. തൊട്ട് പിന്നാലെ വീണ്ടും 2 സ്ഥലങ്ങളിൽ ഇങ്ങനെ ബസ് നിർത്തി. ആ സമയത്താണ് പെട്ടെന്ന് രമേശ് ഓടിച്ചില്ലെന്നത്. എന്നിട്ട് പറഞ്ഞു, താങ്കൾ മാറിക്കോ, ഞാൻ വണ്ടി ഓടിച്ചോളാം. അപ്പോഴും അരുണിന് ഒരു സംശയമുണ്ട്, KSRTC ബസ് ഒരാളെ കൊണ്ട് ഓടിക്കാൻ മറ്റൊരാളെ കൊണ്ട് ഓടിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. പെട്ടെന്ന് പറഞ്ഞു, ഞാൻ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്, കുഴപ്പമില്ല, ഗതാഗത വകുപ്പിൽ കാര്യങ്ങൾ അറിയാവുന്ന ഉദ്യോഗസ്ഥൻ തന്നെയാണ് എന്ന് പറഞ്ഞതോടുകൂടിയാണ് അരുണിന് ആശ്വാസമുണ്ടായത്. അപ്പോൾ പെട്ടെന്ന് ഒരു വ്യക്തി സഹായിക്കാനായി എത്തി എന്നത് കണ്ടപ്പോഴേക്കും അരുണിൻ്റെ മനസ്സിലുണ്ടായൊരു സന്തോഷം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ സന്തോഷം പ്രകടമായിരുന്നു. ആ ശാരീരിക അസ്വസ്ഥതകൾ അത്രയും ഉണ്ടായിട്ടും അത്രയും യാത്രക്കാർ തൻ്റെ ബസ്സിലുണ്ട്, തന്നെ പ്രതീക്ഷിച്ച് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്, അവരെ കൃത്യസ്ഥലത്ത് എത്തിക്കണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തിലൂടെ പോയ ഒരു ഡ്രൈവറായിരുന്നു അരുൺകുമാർ. ആ സമയത്താണ് അസ്വസ്ഥത ഉണ്ടാവുകയും രമേശ് എന്ന് പറയുന്ന ആ വ്യക്തി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അത് രക്ഷകനായി എത്തുകയും ചെയ്തത്. നേരെ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് ആ ബസ് ഓടിച്ചെത്തുന്നു. മറ്റൊരു ബസ്സിൽ യാത്രക്കാരെ കയറ്റി അയക്കുന്നു. തൊട്ടു പിന്നാലെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് അരുൺകുമാറിനെ മാറ്റുന്നു. അതായത് തിങ്കളാഴ്ച വൈകിട്ടോടുകൂടി തന്നെ ഈ അരുൺകുമാർ അസുഖം ഭേദമായ ശേഷം റാന്നിയിലെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ പുറത്തറിയുന്നത്. അതോടുകൂടിയാണ് KSRTC ഡിപ്പോയിലെ ഉദ്യോഗസ്ഥരായാലും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായിട്ടുള്ള വി ഷാജഹാൻ അടക്കമുള്ള കണ്ണനായർ, ഞാൻ മറ്റൊരു കാര്യം കൂടി ആലോചിക്കുകയാണ്. കുടുംബാംഗങ്ങൾക്കൊക്കെ എത്ര അഭിമാനമായിരിക്കും, സ്കൂളിലോ കോളേജിലോ ഒക്കെ പോകുന്ന മക്കളുണ്ടെങ്കിൽ, ഭാര്യയുണ്ടെങ്കിൽ, അവർക്കൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ എത്ര അഭിമാനം തോന്നും. നമ്മുടെ കുടുംബത്തിലെ ഒരാൾ ഇത്തരത്തിൽ അച്ഛനോ ഭർത്താവോ സഹോദരനോ മകനോ അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു സഹായം ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ ഓരോരുത്തർക്കും അങ്ങനെ അഭിമാനം തോന്നിപ്പിക്കുന്ന സന്ദർഭങ്ങൾ നമ്മുടെ മുന്നിലൊക്കെ വരാറുണ്ട്. പക്ഷേ ആ സന്ദർഭത്തിൽ നമ്മൾ എങ്ങനെ ആക്ട് ചെയ്യുന്നു, എങ്ങനെ അതിനോട് പൊരുത്തപ്പെടുന്നു, അവിടെ പ്രവർത്തിക്കുന്നു എന്നതിലാണ് കാര്യം.